അഭിമന്യരായ പിതാക്കന്മാരെ, ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസ സമൂഹമേ, 1938 ഏപ്രിൽ മാസം 3 പുത്തങ്കാവിൽ കിഴക്കേ തലക്കൽ കുടുംബത്തിൽ പൂജാതനായ ബാബു എന്ന വിളിപ്പേരുള്ള KT തോമസ്, പിന്നീട് മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തായി അമരത്വം വാക്കുകളിലും പ്രവൃത്തിയിലും പ്രകടിപ്പിച്ചിരുന്ന തോമസ് മാർ അത്താനാസ്യോസ് മരണമില്ലാത്ത നാട്ടിലേക്ക് യാത്രയായി 2018 ഓഗസ്റ്റ് മാസം 24-ാം തീയതി. മലങ്കര സഭയ്ക്ക്, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭജനാശ്രമത്തിന് ശക്തമായ നേതൃത്വം നൽകിയ ശ്രേഷ്ഠാചാര്യൻ കഴിഞ്ഞ 2 വർഷങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരു പിതാവിന്റെ നഷ്ടം, അതിന്റെ ആഴം വെളിവാക്കുന്ന ദിനങ്ങളാണ്. ഔദ്യോഗിക രേഖകളിൽ സെക്രട്ടറിമാരായി അനേകർ ഉണ്ടെങ്കിലും 2007 മുതൽ 2009 വരെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്ന നാൾ വരെയും, എന്നാൽ പിന്നീട് അവധിക്കാലങ്ങളിൽ ഇവിടെ എത്തുമ്പോഴും നാട്ടിലെത്തുമ്പോഴും, പഠനം പൂർത്തീകരിച്ച 2015 തിരികെ എത്തുമ്പോൾ അന്നു മുതൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം വരെയും പലപ്പോഴും കൂടെ ചേർത്ത് നിർത്തി എൻ്റെ സെക്രട്ടറി എന്നെപ്പോഴും വിശേഷിപ്പിച്ചിരുന്ന സ്നേഹവാത്സല്യം. 2016 ആശാഴ്ചയ്ക്ക് ബറോഡയിൽ തിരുമേനോടൊപ്പം ഖഷാനുഭ പോകാൻ ലഭിച്ച ഭാഗ്യം. ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയും അടുത്തും ദൂരെ നിന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെയും അതിന്റെ ആഴവും മനസ്സിലാക്കുവാനായി ഇടയായിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലൂടെ ഈ ഓർമ്മ ദിനത്തിൽ അഭിമന്യ പിതാവിന്റെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ദർശനം, അതിനൊന്ന് വിശകലനം ചെയ്യാൻ, ഒന്ന് പഠിക്കുവാൻ, അതൊന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് RK നാരായണൻ. അദ്ദേഹം തന്നെ മാൽഗുഡി ഡേയ്സ് എന്ന പ്രശസ്തമായ ചെറുകഥയിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: ലൈഫ് ഇസ് അബൌട്ട് മേക്കിംഗ് റൈറ്റ് തിങ്സ് ആൻഡ് ഗോയിങ് ഓൺ. അഭിമന്യ അത്താനാസ്യോസ് തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ വാക്കുകൾ. He got right kind of education and he made right things and went on. പ്രാഥമിക വിദ്യാഭ്യാസം പുത്തങ്കാവ് LP സ്കൂൾ, ആലപ്പുഴ ലിയോ 13 സ്കൂൾ, പുത്തങ്കാവ് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ്. പിന്നീട് പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ സ്കൂളിലും പിന്നീട് കോട്ടയം MD സെമിനാരിയിലുമായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കും. കോട്ടയം CMS കോളേജിലും ചങ്ങനാശ്ശേരി SB കോളേജിലുമായി തന്റെ ബിരുദ പഠനങ്ങൾ പൂർത്തീകരിക്കുന്നു. BSc ഫിസിക്സിൽ ബിരുദം നേടുന്നു. പിന്നീട് BD പഠനത്തിനായിട്ട് സെറാംപൂരിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് അഭിമന്യ അത്താനാസ്യോസ് തിരുമേനി സെറാംപൂരിലേക്ക് പോയി എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കോട്ടയത്തെ പഴയ സെമിനാരിയിലേക്ക് എന്തുകൊണ്ട് പോയില്ല? അതിന് തിരുമേനി തന്നെ നൽകുന്ന ഉത്തരം, എൻ്റെ പിതൃ സഹോദരനായ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ പാത പിൻപറ്റി വേദശാസ്ത്രത്തിൽ ബിരുദം അത് നേടുക എന്നതായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ പുണ്യശ്ലോകനായ ദാനിയേൽ മാർ ഫീലക്സിനോസ് തിരുമേനിയുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് കോട്ടയം ഒഴിവാക്കി കൽക്കട്ടയിൽ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ BD പഠനത്തിനായിട്ട് പോകുന്നത്. തിരികെ വന്ന അധ്യാപകനായി അദ്ദേഹം ചേരുകയല്ല. അതായത് 1965 അദ്ദേഹം B.Ed പൂർത്തീകരിക്കുന്നു. എന്നാൽ കിട്ടിയ ജോലിയിൽ അദ്ദേഹം കടിച്ചു തൂങ്ങിയില്ല. ഏതു വിധേനയും വൈദിക വൃത്തിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രിയൊക്കെ തരപ്പെടുത്തി വൈദിക സെമിനാരിയിൽ അഭ്യാസത്തിനായിട്ട് പോവുക. എന്നാൽ തന്റെ പഠനം പൂർത്തീകരിച്ച് തിരിച്ചു വരുന്ന തിരുമേനി തന്റെ ഡിഗ്രിയും കുലമഹിമയും ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾക്ക് വൈദിക വൃത്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാതെ പഠനവും പഠിപ്പിക്കലും ഒരു സബരിയായി എടുത്തു. വിദ്യാഭ്യാസ യോഗ്യതകൾ വൈദിക വിളിക്കുള്ള യോഗ്യതകൾ അല്ലെന്നും വിദ്യ അർത്ഥിക്കേണ്ടതും പങ്കിടേണ്ടതും ആണെന്നും കർമ്മപദങ്ങളിലൂടെ സാക്ഷിച്ചുകൊണ്ടിരുന്നു. B.Ed പഠനം ചങ്ങനാശ്ശേരി NSS കോളേജിൽ നടത്തിയതിനു ശേഷം
ബോംബെയിലെ ദാദറിലുള്ള പാർസി സ്കൂളിൽ ജോലിക്ക് കയറുന്നുണ്ട്. പിന്നീട് കൊളാബയിലെ സെൻട്രൽ സ്കൂളിൽ ഒരു ഉയർന്ന ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തുന്നു. അവിടെ വെച്ചാണ് ബറോഡ MS യൂണിവേഴ്സിറ്റിയിലെ UGC സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ലൈഫ് ഇസ് അബൌട്ട് മേക്കിംഗ് റൈറ്റ് തിങ്സ് ആൻഡ് ഗോയിങ് ഓൺ. ഓർക്കുക, 1965-കളിൽ BSc B.Ed ബിരുദധാരിയായ BD ബിരുദധാരിയായ ഒരാൾ തൻ്റെ ജീവിതം കേവലം ഇവിടെയുള്ള ചില തീരുമാനങ്ങളിൽ തളച്ചിടാതെ കൂടുതൽ പഠനത്തിലേക്ക്, പഠിപ്പിക്കലുകളിലേക്ക്, അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് പോകുവാനായിട്ട് തയ്യാറായ ഒരു മനുഷ്യനാണ്. പിന്നെ B.Ed പഠനത്തിന് ശേഷം M.Ed പഠനം, അതിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് 1965-കളിൽ. 1970-കളാകുമ്പോഴേക്കും അദ്ദേഹം ഒരു M.Ed ബിരുദധാരിയാവും. ഉയർന്ന വിദ്യാഭ്യാസം ആ കാലത്ത് അദ്ദേഹം സ്വന്തമാക്കുകയാണ്. പുത്തങ്കാവ്, ആലപ്പുഴ, കോട്ടയം, പുത്തങ്കാവ്, ചങ്ങനാശ്ശേരി, ബോംബെ, ബറോഡ, ഈ ദേശങ്ങളിലെല്ലാം അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുകയാണ്. അത് വിദ്യാഭ്യാസത്തിനും, അത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല, പഠനം, തൻ്റെ വിദ്യാഭ്യാസം, പഠിപ്പിക്കൽ എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ പഠനവും പഠിപ്പിക്കലും തിരുമേനിയുടെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയാണ്. രണ്ടാമത് പള്ളിയും പള്ളിക്കൂടവുമാണ്. ഞാനതിനെ പള്ളിക്കൂടവും പള്ളിയും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, M.Ed പഠനത്തിന് ശേഷം അല്ലെങ്കിൽ ആ പഠന കാലഘട്ടത്തിൽ തന്നെ തിരുമേനിക്ക് ബോധ്യപ്പെട്ട ഒന്നാണ്, ബറോഡയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിന് സ്വന്തമായി ഒരു ആരാധനാലയം ഇല്ല എന്നത്. അങ്ങനെ ഒരു ആരാധനാലയത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ തിരുമേനിയും അതിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ആ സമയത്ത് തിരുമേനി ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് പ്രഥമൻ ബാബ തിരുമനസിനെ കണ്ടപ്പോൾ, പരിശുദ്ധ വട്ടക്കുന്നേൽ ബാബ തിരുമനസിനെ കണ്ടപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചു. എന്നാൽ പരിശുദ്ധ ബാബ തിരുമേനി KT തോമസിനോട്, അന്ന് KT തോമസിനോട് പറഞ്ഞത്, എടോ, താൻ പൈസ മുടക്കി പള്ളി പണിതാൽ നമ്മുടെ വിശ്വാസികൾ മാസത്തിൽ 2 or 4 ദിവസം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് താൻ ആ പൈസ കൊണ്ട് ഒരു സ്കൂൾ നടത്തി അതിനുള്ളിൽ ഒരു ചാപ്പൽ ക്രമീകരിച്ചാൽ മതി. പള്ളിക്കുള്ളിൽ പള്ളിക്കൂടമല്ല, പള്ളിക്കൂടത്തിനുള്ളിൽ പള്ളി നിർമ്മിച്ച ഗുരുവര്യൻ. അത് എല്ലാ സ്കൂളിലും, തൻ്റെ എല്ലാ സ്കൂളുകൾക്കുള്ളിലും പള്ളിക്കൂടത്തിനുള്ളിലും ഒരു പള്ളി ഉണ്ടായിരുന്നു. ഓർക്കുക, ദൈവത്തെ തൻ്റെ കേന്ദ്രമാക്കി തീർക്കുന്നു. മലങ്കര സഭയുടെ ചിതറിപ്പാർക്കുന്ന സമൂഹത്തിന് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മറ്റെങ്ങും പോയി കാത്തു നിൽക്കേണ്ട എന്ന ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഉദ്യമം ഏറ്റെടുക്കുന്നത്. വർഗീയതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ശങ്കുലിമൊഴുക്കുന്ന ഒരു നാട്ടിൽ പള്ളിക്കൂടത്തിൽ പള്ളി പണിയാനുള്ള ആർജവം, തന്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതവും പൗരസ്ത്യ ആധ്യാത്മികതയോട് ചേർന്ന് നിൽക്കുന്നതുമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ പൗരസ്ത്യ ആധ്യാത്മികതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൈലിയാണ്. അതാണ് പള്ളിക്കൂടത്തിനുള്ളിൽ പള്ളി സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹം കൈവരിച്ചു. മലയാളക്കരയിലേക്ക് CMS മിഷണറിമാർ വന്നത് നമുക്കറിയാം. അവർ വിദ്യാഭ്യാസം കൊണ്ടാണ് വരുന്നത്, വചനത്തോടൊപ്പം വിദ്യാഭ്യാസവും. തിരുമേനി ഇവിടെ നിന്ന് ദേശങ്ങൾക്കപ്പുറത്തേക്ക് കടലുകൾ കടന്നു വന്ന മിഷണറിമാരെ പോലെ ദേശങ്ങൾക്കപ്പുറത്ത് ഗുണമേന്മേറിയ വിദ്യാഭ്യാസം ആ നാടിന് നൽകുക എന്ന ലക്ഷ്യത്തിൽ അക്ഷീണം പരിശ്രമിച്ച് വിജയിച്ച മലയാളം മണ്ണിന്റെ മലങ്കരയുടെ മിഷണറിയാണ് ഫാദർ KT തോമസ്. 6-ൽ-അധികം സ്കൂളുകൾ ബേസിൽ ട്രസ്റ്റിന്റെ മാത്രമായിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച്, അങ്ങനെയാണ് സ്കൂളുകൾ തുടങ്ങാൻ പറ്റുകയുള്ളൂ, രൂപീകരിച്ച് അതിന്റെ കീഴിലാക്കുകയാണ്. 6-ലധികം സ്കൂളുകൾ അഭിമന്യ തിരുമേനി തുടങ്ങുന്നു. ഇതിനോട് ചേർന്ന് താൻ പോയിരുന്ന പല സ്ഥലത്തും പള്ളികൾ സ്ഥാപിക്കുന്നുണ്ട്. അതിനോടൊക്കെ ചേർന്ന് പലയിടങ്ങളിലും സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് പലതും അത്
ആ ഇടവകയോട് ചേർത്ത് നടത്തുകയും അതൊന്നും ബേസിൽ ട്രസ്റ്റിന്റെ കീഴിൽ കൊണ്ടുവരുവാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതിലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ആനന്ദില് ഒരു പള്ളി ഉണ്ട്. തിരുമേനി തന്നെയാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ആനന്ദ് നമുക്കറിയാം അമുൽ ഡയറിയുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. അവിടെ വർഗീസ് കുര്യനുമായിട്ടുള്ളൊക്കെ അഭേദ്യമായ ബന്ധമാണ് തിരുമേനിക്കുണ്ടായിരുന്നത്. അവിടുത്തെ ആളുകളുടെ നിർബന്ധപ്രകാരം അവിടെ ഒരു സ്കൂൾ തിരുമേനി തുടങ്ങുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ സ്കൂൾ തിരുമേനി അത് ആനന്ദ് പള്ളിക്കാർ ഒരു സ്കൂൾ തുടങ്ങിയപ്പോൾ ആ സ്കൂളിനോട് ചേർത്ത് ലയിപ്പിക്കുകയും തിരുമേനി അന്ന് സ്വന്തമാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും അതിൻ്റെ ബസ്സുകളും എല്ലാം ആ സ്കൂളിന് കൊടുക്കുകയാണ്. തിരുമേനി എത്ര സ്കൂളുകൾ എത്ര എണ്ണം തുടങ്ങി എന്നതിനേക്കാൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. എന്തുകൊണ്ട് ഇവ തുടങ്ങി? ഇത് തുടങ്ങാനുള്ള പ്രേരണ എന്താണ്? കാരണം 1973 തിരുമേനി ഗുജറാത്ത് റിഫൈനറി സ്കൂൾ ഏറ്റെടുക്കുന്നത്. 1969-70 കാലഘട്ടത്തിൽ ബറോഡ ഇടവകയുടെ സ്കൂളിന്റെ പ്രഥമ പ്രിൻസിപ്പളായി ചുമതല ഏറ്റെടുക്കുന്നു. അത് ഇടവകയുടെ സ്കൂളാണ്, പക്ഷെ തിരുമേനി തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും, ആദ്യ പ്രിൻസിപ്പളും എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. എന്നാൽ 73 ആകുമ്പോൾ ഗുജറാത്ത് റിഫൈനറിക്കാർ വന്നിട്ട് പറയുകയാണ്, ധനാഢ്യരായ ഒരു കൂട്ടം ആളുകളാണ് ഗുജറാത്ത് റിഫൈനറി എന്ന് പറയുന്നത്, നമുക്കറിയാം, ഒരു വലിയ പ്രസ്ഥാനമാണ്. അവർ വന്നിട്ട് പറയുകയാണ്, തിരുമേനി ഞങ്ങളുടെ സ്കൂൾ ഏറ്റെടുക്കണം. 1964 അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗുജറാത്ത് റിഫൈനറി തുടങ്ങിയ സ്കൂളാണ്. അതിന്റെ 9 വർഷങ്ങൾക്കുള്ളിൽ തിരുമേനിയോട് പറയുകയാണ്, തിരുമേനി അത് ഏറ്റെടുക്കണം. അപ്പോൾ തിരുമേനി സ്കൂൾ നടത്താൻ തുടങ്ങിയിട്ട് എന്നാണ്ടും, അല്ലെങ്കിൽ സ്കൂളിന്റെ ചുമതലയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷങ്ങൾ കഷ്ടിച്ചാകുന്നതേ ഉള്ളൂ. MGM സ്കൂൾ, ഹലോളിലുള്ള MGM സ്കൂൾ, അത് 1977 ഹലോളിലെ ഉച്ചശിക്ഷാ സമിതി, ഹലോളിലെ ഉച്ചശിക്ഷാ സമിതി തുടങ്ങുന്ന ഒരു സ്കൂളാണ്. ഹലോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെ ഒരു വലിയ ഒരു ബറോഡയിൽ നിന്നൊക്കെ ദൂരങ്ങൾ, കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു ഗാവാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് മാറ്റി അവിടെ പാവപ്പെട്ട ആളുകൾ ധാരാളം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ആളുകൾ തുടങ്ങിയ ഒരു സ്കൂളാണ് 1977. എന്നാൽ 1981 4 വർഷങ്ങൾ കഴിയുമ്പോൾ അവര് തിരുമേനിയെ സമീപിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ഈ സ്കൂൾ ഏറ്റെടുത്ത് നടത്തണം. അങ്ങനെ ആ സ്കൂൾ MGM സ്കൂളായിട്ട് മാറുകയാണ്. ബറോഡയിലെ തന്നെ പെട്രോഫിൽസ് നഗറിലുള്ള സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1983 തിരുമേനി അത് തുടങ്ങുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു കല്യാൺ ട്രസ്റ്റിന്റെ ഒരു ഗുജറാത്തി മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു. 1986 തിരുമേനിയോട് അവർ പറയുകയാണ്, ഈ സ്കൂൾ ഏറ്റെടുത്ത് നടത്തണം. അങ്ങനെ ഗുജറാത്തി മീഡിയവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അവിടെ തന്നെ നടത്തുകയാണ്, രാവിലെയും വൈകിട്ടുമായി 2 സെക്ഷനായിട്ട്. അങ്കലേശ്വറിൽ 1991 അവിടുത്തെ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ നിർബന്ധപ്രകാരം 1991 അങ്കലേശ്വറിലും ഒരു സ്കൂൾ തുടങ്ങുന്നു. അതിന്റെ പേരും സെന്റ് പോൾസ്. ആനന്ദിൽ 2004 തിരുമേനി സ്കൂൾ തുടങ്ങുന്നത്. അതാണ് പിന്നീട് ഇടവകയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. തങ്ങൾ തുടങ്ങി 5-6 വർഷത്തിനുള്ളിൽ പൂട്ടാൻ തുടങ്ങിയ സ്കൂളുകൾ അവർ തിരുമേനിയെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എന്തായിരിക്കാം അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ഒരു മലയാളി വൈദികനെ, ഒരു ക്രിസ്ത്യാനിയെ അദ്ദേഹം നടത്തുന്ന പള്ളിക്കൂടത്തിനുള്ളിൽ നിർബന്ധമായും പള്ളി വേണം എന്ന ഷഡ്യം പിടിക്കുന്ന ഒരു മനുഷ്യന്റെ കീഴിൽ തങ്ങളുടെ കുട്ടികളെ കൊണ്ട് വിടാനുള്ള ധൈര്യം എങ്ങനെയാണ് അവർക്കുണ്ടായത്? എന്താണ് അതിന്റെ കാരണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തിരുമേനി എത്ര സ്കൂൾ തുടങ്ങി എന്നതിനേക്കാൾ എന്താണ് ഈ സ്കൂളുകൾ തുടങ്ങാനുള്ള പ്രേരണ, അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം, അതിന് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ തിരുമേനിയെ സമീപിച്ചു? ഒന്ന്, അത് കെയർ ഫോർ ദി ചിൽഡ്രൻ. സ്റ്റുഡൻസിനേക്കാൾ അദ്ദേഹം ചിൽഡ്രൻ ആയിട്ടാണ്, കുട്ടികൾ, അവർ തന്റെ മക്കളെ പോലെയാണ് അവരെ കരുതിയത്. വിദ്യാർത്ഥികളല്ല, കുട്ടികളായി അവരെ കണ്ടു. അവർക്ക് പ്രഥമ പരിഗണന നൽകി. 32-33 വയസ്സിൽ സെന്റ് ബേസിൽ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട്, പ്രിൻസിപ്പളാണ് തിരുമേനി പറയുന്നത്, ഞാൻ തന്നെയാണ് പ്രിൻസിപ്പൾ, ഞാൻ തന്നെയാണ് അധ്യാപകൻ, ഞാൻ തന്നെയാണ് പ്യൂണ്, ഞാൻ തന്നെയാണ് ഡ്രൈവർ, ഞാൻ തന്നെയാണ് ആയ, എല്ലാം ഞാൻ തന്നെയാണ്. കുട്ടികളെ സൈക്കിളിൽ പോയി വീടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക, എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ആ ശൈലികളെ മുഴുവൻ മാറ്റിമറിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാണ്ടാക്കിയ ഒരു സംഭവമുണ്ട്. അതായത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു LKG വിദ്യാർത്ഥിയെ അന്ന് ആയ വന്നില്ല. ആ കുട്ടിയെ തിരുമേനി തന്നെ ശൗചകർമ്മങ്ങൾ എല്ലാം ചെയ്ത് ആ കുഞ്ഞിനെ കൊണ്ട് ക്ലാസ്സിലിരുത്തി.
വൈകുന്നേരമായപ്പോൾ സ്കൂളിന്റെ പരിസരം മുഴുവൻ ആളെ കൊണ്ട് നിറയുകയാണ്. ആ ഗ്രാമം മുഴുവനുണ്ട്. എല്ലാവരും പേടിച്ചുപോയി. തിരുമേനി ഇറങ്ങിച്ചെന്നു, എന്താണെന്ന് ചോദിക്കുന്നു. ഉടനെ ആ ഗ്രാമത്തിലുള്ള ആ പയ്യന്റെ മാതാപിതാക്കൾ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ അറിഞ്ഞു. എല്ലാവരും ഒന്ന് തിരുമേനിയുടെ കാല് തൊട്ട് വന്ദിക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി. അദ്ദേഹം ഫാദർ KT തോമസ് ആയി. അന്നു മുതൽ അദ്ദേഹം വെറും ആ വാക്കിന്റെ അർത്ഥം വെറും ഫാദർ അല്ല, അവരുടെ മുൻപിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പിതാവായി, അവരുടെ കുഞ്ഞുങ്ങളെ അവരുടെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വിടുവാൻ തക്കവണ്ണമുള്ള ഒരു പിതാവായി തീരുകയാണ്. ഒരു കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുത്. എൻ്റെ അടുക്കിലേക്ക് വരാൻ കുഞ്ഞുങ്ങളെ വരാനായിട്ട് വിടുവിൻ, അവരെ തടയരുതെന്ന് പറയുന്ന ക്രിസ്തു സാക്ഷ്യം അത് അഭിമന്യ പിതാവിൽ ഈ ജനം കാണുകയാണ്. അത് അവരെ പറഞ്ഞു കേൾപ്പിക്കുകയല്ല, തന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നതിലൂടെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ തങ്ങളെക്കാൾ മേന്മയോടുകൂടി, തങ്ങളെക്കാൾ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഫാദർ KT തോമസിന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. രണ്ടാമത് ഫെയ്ത്ത് ഇൻ സ്റ്റുഡൻസ്, ഫെയ്ത്ത് ഇൻ ചിൽഡ്രൻ. തിരുമേനിയുടെ ഒരു പ്രത്യേകതയാണ്, ഈ കുട്ടികളിൽ തിരുമേനിക്ക് ഭയങ്കരമായ വിശ്വാസമാണ്. ബ്രില്യൻസ് അല്ല അതിന്റെ അടിസ്ഥാനം. പലരും ധാരണയുണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് തിരുമേനി ചൂസ് ചെയ്യുന്നത്. ബ്രില്യൻസ് അല്ല അതിന്റെ അടിസ്ഥാനം. തിരുമേനിയുടെ അളവുകോൽ ബ്രില്യൻസ് അല്ല. പഠന വഴികളിൽ മികവ് പുലർത്തുന്നതിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ്. മികവുള്ളവരെ കൂടെ കൊണ്ടുപോവുകയല്ല, കുട്ടികളെ, തന്റെ ഒപ്പമുള്ളവരെ, തന്റെ അരികിലേക്ക് വരുന്നവരെ ആ പഠന വഴിയിലെ മികവിലേക്ക് എത്തിക്കുക എന്നതാണ്. അതാണ് യഥാർത്ഥ ഗുരു. ഡോക്ടർ ഹേമന്ത് സാന്ത് എന്ന് പറയുന്ന തിരുമേനിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഗുജറാത്ത് റിഫൈൻ സ്കൂളിൽ പഠിച്ചാണ്. പയ്യൻ എഴുതുന്നത്, അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഫിസിക്സിൽ, സയൻസിൽ വളരെ വീക്കാണ്. അദ്ദേഹം പെട്ടെന്ന് തോറ്റുപോയി. അദ്ദേഹം തോറ്റുപോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കേണ്ട തീരുമാനത്തിലേക്ക് മാതാപിതാക്കൾ എത്തുകയാണ്. എന്നാൽ തിരുമേനി ഫാദർ KT തോമസ്, ഇവര് ഫാദർ എന്നാണ് വിളിക്കുന്നത്. ഫാദർ KT തോമസിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഫാദർ KT തോമസ് പറഞ്ഞു, അവൻ അവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ. പിന്നീട് സയൻസ് സ്ട്രീമിൽ തന്നെ തുടരാൻ അനുവാദം കൊടുക്കുകയാണ്. ഡോക്ടർ ഹേമന്ത് പറയുന്നു, എൻ്റെ സഹോദരന് അന്ന് അങ്ങനെ ഒരവസരം തിരുമേനി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആരുമാകുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം, എൻ്റെ സഹോദരൻ, ഇന്ന് ഇവരുടെ MS യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് സയൻസ് ആണ്. അദ്ദേഹം പ്രശസ്തനായ ഒരു സയന്റിസ്റ്റാണ്. അനേകം ഇന്റർനാഷണൽ ജേർണൽസുകളിൽ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് ഉണ്ട്. ഡോക്ടർ ഹേമന്ത് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. രോഗിക്കാണോ വൈദ്യനെ കൊണ്ട് ആവശ്യം? തൻ്റെ കുട്ടികളിൽ അദ്ദേഹം ഒരു വിശ്വാസം കണ്ടെത്തുന്നുണ്ട്. പള്ളിക്കൂടത്തിനുള്ളിൽ പള്ളി നിർമ്മിച്ച ഒരാളുടെ അരികിലേക്ക് തങ്ങളുടെ കുട്ടികളെ വിടാൻ, അല്ലെങ്കിൽ ഇത്രയും സ്ഥാപനങ്ങൾ തുടങ്ങാൻ പ്രചോദനമായി തിരുമേനിക്ക് തീരുന്നത് ഇതൊക്കെ തിരുമേനിയിൽ അവർ കാണുന്നതുകൊണ്ടാണ്. അദ്ദേഹം ഒരു സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, സ്റ്റുഡന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, അതിന് പ്രാധാന്യം കൊടുത്തു. പാഠ്യപദ്ധതികളിൽ ഒരിക്കൽ തിരുമേനി 4-5 കുട്ടികൾ വരാന്തയിൽ ഇറങ്ങി നിൽക്കുകയാണ് ശിക്ഷണ നടപടിയുടെ ഭാഗമായി. തിരുമേനി നടന്നു പോയപ്പോൾ തിരുമേനി ശ്രദ്ധിച്ചൊരു കാര്യം, അവര് പരസ്പരം കളിചിരികളൊന്നും പങ്കിടുകയല്ല. അവര് ചോദ്യവും ഉത്തരവും അതിന്റെ അതുവരെ നടന്ന ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. തിരുമേനി അന്ന് തന്നെ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂട്ടിയിട്ട് തീരുമാനിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് were discussed in the classroom and not dictated. ആ പയ്യൻ പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം അവിടെ നടക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതുവരെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്, എന്നാൽ they were discussed in the classroom. അത് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് മാറ്റപ്പെടുന്നു. അങ്ങനെ കുട്ടികളെ കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ, അവരോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അതിനെ മാറ്റുകയാണ്. അമിത് അഗർവാൾ ഒരു യുവാവിനെ പറ്റി എപ്പോഴും തിരുമേനി പറയാറുണ്ട്. അത് തിരുമേനിയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരെല്ലാം ഈ അമിത് അഗർവാൾ എന്ന പേര് മറന്നുപോകാൻ സാധ്യതയില്ല. MD ജനറൽ മെഡിസിനിൽ MD പൂർത്തീകരിച്ച അമിത് അഗർവാൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു ദിവസം സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്നു, പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല.
തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ അന്ന് വൈകിട്ട് തിരുമേനി തന്റെ സഹോദരന്റെ ഭവനത്തിലേക്ക് നടന്നു പോകാനായിട്ട് പോകുമ്പോൾ ഒരു സൈക്കിളിൽ ഈ പയ്യൻ അവിടെ നിൽക്കുകയാണ്. തിരുമേനിയെ കണ്ടതോടുകൂടി പയ്യൻ ഗുഡ് ഈവനിങ് ഫാദർ എന്ന് വിളിക്കും. തിരുമേനി അന്നേരം തന്നെ അവനെ നോട്ടീസ് ചെയ്യുകയാണ്. അന്നേരം തന്നെ തിരുമേനി അവനോട് ചോദിക്കുന്നു, നിനക്ക് എൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? നാളെ തന്നെ മാതാപിതാക്കളുമായി വരിക, ജോയിൻ ചെയ്യുക. വേറെ ഒന്നും, ഒരു ഇന്റർവ്യൂ ഇല്ല. ഒരു കുട്ടിയെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അത് കേന്ദ്രീകൃതമാണ്. മറ്റുള്ള മിടുക്കോ സ്ഥാപനത്തിന്റെ മഹിമയോ ഒന്നുമല്ല. പാഠ്യപദ്ധതികൾ അതിനനുസരിച്ച് രൂപപ്പെടുത്തുന്നതാണ്. എല്ലാ സ്കൂളിൽ ചെന്നാലും കളിക്കളം, വിശാലമായ കളിക്കളം കാണാം. അതിനുള്ള അവർക്ക് വേണ്ട റിലാക്സ് ചെയ്യാനായിട്ടുള്ള, അവരുടെ പ്രചോദിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തിന് മുൻപോട്ട് പോകാൻ തക്കണം അതിവിശാലമായ കളിക്കളങ്ങൾ എല്ലായിടത്തും. അത് പൊന്നും വില കൊടുത്ത് സ്ഥലങ്ങൾ വാങ്ങിച്ചതും പലതും എന്നെ കാണിച്ചിട്ടുണ്ട്, നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റുഡന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി തിരുമേനി തന്റെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നു. മറ്റൊന്ന്, ഒരു പ്രോഗ്രസീവ് ലേണിംഗ് ഉണ്ട്. ജോൺ റൂസോയും ജോൺ ഡീവേയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രോഗ്രസീവിസം അത് തന്റെ സ്കൂളുകളിൽ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. The progressivist classroom is about exploration and experience. Teach children how to think rather than relying on remote memorization. Teach children how to think. അവരെ ചിന്തിക്കാൻ, അവരെ ആലോചിക്കാൻ, അവരെ മനസ്സിലാക്കാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി. 1981 മുതൽ 89 വരെ തിരുമേനിയുടെ ഗുജറാത്ത് റിഫൈൻ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഹെഡ് മിസ്സസ് ആയിരുന്ന മിസ്സസ് മീര ബക്ഷി. മിസ്സസ് മീര ബക്ഷിയെ പറ്റി തിരുമേനിക്ക് 100 നാവാണ്. 81 മുതൽ 89 തിരുമേനിയുടെ സ്കൂളിന്റെ ഹെഡ് മിസ്സസ് ആയിരുന്നു. പിന്നീട് അവർ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്കൂൾസിന്റെ എഡ്യൂക്കേഷണൽ അഡ്വൈസറായിട്ട് ഉയർത്തപ്പെട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്കൂൾസിന്റെ എഡ്യൂക്കേഷണൽ അഡ്വൈസറാണ്. അവര് തിരുമേനിയുടെ തിരുമേനിയെ പറ്റിയുള്ള ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. തിരുമേനിയുടെ സ്കൂളുകളെ പറ്റി പറയുന്നത്, they have a motivating educational environment which is very conducive to progressive learning. ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് ഉണ്ട്. അത് ഒരു പ്രോഗ്രസീവ് ലേണിംഗിലേക്ക് നയിക്കുന്ന ഒന്നാണ്. തിരുമേനി ആ രീതിയിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം എത്രമാത്രം ആണോ മുൻപോട്ട് പോകുന്നത് അതിനനുസരിച്ച് തന്റെ സ്കൂളുകളെ മാറ്റിക്കൊണ്ടേയിരുന്നു. മറ്റൊന്ന്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദി ചിൽഡ്രൻ. അത് ഒരു തിരുമേനിയുടെ സമഗ്രമായ ഒരു 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 ഉയർച്ച അല്ലെങ്കിൽ ഒരു വളർച്ച തിരുമേനി ആഗ്രഹിച്ചിരുന്നു. ഗാന്ധിജി പറയുന്നുണ്ട്, ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 3H ആണ്. ഇറ്റ്സ് നോട്ട് 3R. 3H എന്ന് പറയുന്നത് ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്. ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്. അത് rather than 3Rs. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക് ആണ് നമ്മൾ സാധാരണയായി പറയുന്നത്. അതല്ല, 3H ആണ്. The true development of head, heart and soul are necessary for all-round development of a person, of a child. അപ്പോൾ 3H, head, heart and hand, ഇതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനെ പറ്റി SH ഫോബ്സ് പറയുന്നത് 2003 അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. SH ഫോബ്സ് അദ്ദേഹം പറയുന്നത്, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ഫോക്കസസ് ഓൺ ദ ഫുള്ളസ്റ്റ് പോസിബിൾ ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സൺ, എൻകറേജിംഗ് ഇൻഡിവിജ്വൽസ് ടു ബിക്കം ദ വെരി ബെസ്റ്റ് ഓർ ഫൈനസ്റ്റ് ദാറ്റ് ദേ ക്യാൻ ബി ആൻഡ് എനേബിളിംഗ് them to experience all they can from life and reach their goals. To become the very best or finest that they can be and enabling them to experience all they can from life and reach their goals. Co-curricular activities lude, social work inde അത് among students അത് നടത്തുന്നതിലൂടെ ബിൽഡിംഗ് ഓഫ് ഗുഡ് ക്യാരക്ടർ, അവർക്ക് നല്ല സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകുന്നതിലൂടെ, വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, മൂല്യ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയൊക്കെയാണ് ഈ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ചിൽഡ്രൻസിന് നൽകാൻ ഉണ്ടാകുക. ഈ ചിൽഡ്രന് ഇത് നൽകുന്നതിലൂടെ, സ്റ്റുഡൻസിന് ഇത് നൽകുന്നതിലൂടെ ഇങ്ങനെ
തിരുമേനിയുടെ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ തങ്ങളുടെ കുട്ടികളെ വിടാനായിട്ട് വന്നുകൊണ്ടിരുന്നു. ഡോക്ടർ ഹേമന്ത് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, I remember his contribution in shaping our lives. I remember his contribution in shaping our lives. തങ്ങളുടെ ജീവിതങ്ങളെ തന്നെ, തങ്ങളുടെ ജീവിതത്തെ തന്നെ അത് രൂപാന്തരപ്പെടുത്തുന്നതിൽ, അത് നിർമ്മിക്കുന്നതിൽ, അത് രൂപീകരിക്കുന്നതിൽ പ്രത്യേകമായൊരു പങ്ക് തിരുമേനിയുടെ സ്കൂളുകളിൽ അദ്ദേഹം വഹിച്ചിരുന്നു. ആറാമതായി, ദേശസ്നേഹവും മൂല്യബോധവും തന്റെ സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് പകർന്നു നൽകി. ദേശസ്നേഹവും മൂല്യബോധവും തന്റെ സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് പകർന്നു നൽകി. പള്ളിക്കൂടത്തിനുള്ളിൽ പള്ളി സ്ഥാപിച്ച തിരുമേനി ഒരു സ്റ്റുഡൻസിനെ കെയർ ചെയ്യുന്ന, കെയർ ഫോർ ദ സ്റ്റുഡൻസിനെ കെയർ ചെയ്യുന്ന, അവരെ പരിഗണിക്കുന്ന, അവർക്ക് പ്രഥമ പരിഗണന നൽകുന്ന, അവരെ ഫോക്കസ് ചെയ്യുന്ന, സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിൽ ഫെയ്ത്ത് അർപ്പിക്കുന്ന, അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തഡോളജി കൊണ്ടുവരുന്നതിലൂടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അവരുടെ ജീവിതത്തിന്, അവരുടെ വിദ്യാഭ്യാസത്തിന് ഉണ്ടാകുന്നതിലൂടെ ഒക്കെയും അങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ട് തിരുമേനി ദേശസ്നേഹവും രാജ്യസ്നേഹവും മൂല്യബോധവും കുട്ടികളിൽ പകർന്നു നൽകി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊത്താരി കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് തിരുമേനി എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ്. കൊത്താരി കമ്മീഷന്റെ ഒരു റിപ്പോർട്ട്, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഇറ്റ്സ് ക്ലാസ് റൂം. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഇറ്റ്സ് ക്ലാസ് റൂം. ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം അത് നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത്, അത് നിർണ്ണയിക്കുന്നത് എന്ന് തിരുമേനി കൂടെ ഓർമ്മിപ്പിക്കുവാൻ, ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ, അത് ആഴത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ഗുരുനാഥനായിരുന്നു തിരുമേനി. 2020 ഇപ്പോൾ എഡ്യൂക്കേഷൻ പോളിസി മാറുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ എഡ്യൂക്കേഷൻ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബേസ് ചെയ്താണ് ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുകയാണ്. 1986 മുതൽ 34 വരെയുള്ള നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ മാറി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ പ്രാബല്യത്തിൽ വരികയാണ്. തിരുമേനി എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് അതിനെപ്പറ്റി വിശകലനം ചെയ്ത് ഒരു നല്ല ആർട്ടിക്കിളും റിപ്പോർട്ടും ഒക്കെ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചേനെയുമായിരുന്നു. മതാതീതമായി പള്ളിക്കൂടത്തിനുള്ളിൽ പള്ളിയിരിക്കെ മതാതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദേശ താല്പര്യത്തിനും അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകി മൂല്യബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ തിരുമേനിക്കിടയായി തീർന്നു. തിരുമേനി അതിന് പ്രചോദനം നൽകി. തിരുമേനിയുടെ സ്കൂളുകളിലൂടെ ഇന്നും അങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ ആളുകൾ പള്ളിക്കൂടത്തിൽ പള്ളി മാത്രമല്ല, ഒരു ഫാദറിനെ, ഒരു പിതാവിനെ, ബറോഡയിലെ ഫാദർ കെ.ടി. തോമസിനെ അവർ കാണുകയാണ്. ഒരു പിതൃവാത്സല്യം, പിതൃസഹജമായ ഒരു സംരക്ഷണം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ കിട്ടുന്നുണ്ട് എന്നതായിരുന്നു ഈ സ്കൂളുകൾ തുടങ്ങാൻ തക്കവണ്ണം തിരുമേനിയുടെ അടുക്കിലേക്ക് വരാനും തിരുമേനിക്ക് പ്രചോദനമേകിയതും ഇത്തരം തിരുമേനിയുടെ ശൈലി, വിദ്യാഭ്യാസം എന്താണ്, എങ്ങനെയായിരിക്കണം എന്ന തിരുമേനിയുടെ ഉറച്ച ബോധ്യങ്ങളിൽ നിന്നാണ് അവർ തിരുമേനിയുടെ അടിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. പഠനവും പഠിപ്പിക്കലും, തിരുമേനിയുടെ പള്ളിക്കൂടവും അതിനുള്ളിലെ പള്ളിയും, മൂന്നാമതായി പട്ടക്കാരും പ്രസംഗകരും അല്ലെങ്കിൽ പ്രവർത്തകരും. 1985 മുതൽ ചെങ്ങന്നൂർ ഭദ്രാസനം മെത്രാപ്പൊലീത്തയായി സേവനമനുഷ്ഠിക്കുമ്പോൾ, ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ പട്ടക്കാരും സുശേഷ സംഘം പ്രവർത്തകരെയും പ്രസംഗകരെയും ഒക്കെ ഒന്നുകൂടി ഒരുക്കി എടുക്കണം എന്ന് തിരുമേനിക്ക് തോന്നുകയുണ്ട്. അതിനുവേണ്ടി ദിവ്യബോധനം പാഠ്യപദ്ധതിയുടെ ക്രമമായ പഠനം ഒന്ന് നിർബന്ധമാക്കി. സുശേഷ സംഘം പ്രവർത്തകർക്ക്, പ്രസംഗിക്കുന്നവർക്ക്, ദേവാലയങ്ങളിൽ പോകുന്നവർക്ക് പ്രത്യേകമായ പ്രസംഗ പരിശീലന കളരി, പ്രത്യേകമായ വർക്ക്ഷോപ്പുകൾ, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, വേദശാസ്ത്ര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അന്ന് പ്രത്യേകമായി ബഹുമാന്യരായ ഫാദർ ഡോക്ടർ ജോഷു അച്ഛനെയും അതുപോലെ തന്നെ കെ.എം. ജോർജ് അച്ഛനെയും ജേക്കബ് കുര്യൻ അച്ഛനെയും ഓത്തോമസ് അച്ഛനെയും അങ്ങനെ പ്രഗത്ഭരായ ഒസോത്യോസ് തിരുമേനിയെയും അങ്ങനെ പ്രഗത്ഭരായ വൈദികരെയും മെത്രാപ്പൊലീത്തന്മാരെയും കൊണ്ടുവന്ന ക്ലാസുകൾ നടത്തി പ്രസംഗ പരിശീലനവും മറ്റു രീതിയിലും ഉള്ള വിദ്യാഭ്യാസങ്ങൾ, തിയോളജിക്കൽ ബോധനങ്ങൾ നൽകിയാണ് ഒരുക്കിയെടുത്തുകൊണ്ടിരുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എത്രമാത്രം ഒരുക്കം അത് താഴെ തട്ടിലേക്ക് ചെല്ലുമ്പോൾ മുകൾ തട്ടിൽ നിന്ന് അതിന്റെ ഒരു ഒരുക്കം ഉണ്ടാകണം എന്ന ബോധ്യം. എഡ്യൂക്കേഷൻ അത് കേവലം
ഒരു പറച്ചിൽ മാത്രമല്ല. എഡ്യൂക്കേഷനെ പറ്റി 1984 എഡ്യൂക്കേഷൻ ഫോർ ഡൈവേഴ്സിറ്റി എന്ന ക്രാഫ്റ്റിന്റെ പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹം 2 നിർവചനമാണ്, അത് 2 റൂട്ട് വേർഡിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് വരുന്നതെന്ന് സമർത്ഥിക്കുണ്ടായി. എഡ്യൂക്കാരെ ആൻഡ് എഡ്യൂച്ചറെ. ഒന്ന് CAREയും ഒന്ന് CEREയുമാണ്. എഡ്യൂക്കരെ ആൻഡ് എഡ്യൂച്ചറെ. എഡ്യൂക്കാരെ എന്ന് പറഞ്ഞാൽ ടു ട്രെയിൻ ഓർ മോൾഡ് എന്നാണ്. എഡ്യൂച്ചറെ എന്ന് പറഞ്ഞാൽ ടു ലീഡ് ഔട്ട്. രണ്ടും വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്കിന് യോജിച്ചത് തന്നെയാണ്. രണ്ടും അർത്ഥതലങ്ങളും 2 റൂട്ട് വാക്കുകളും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് രൂപപ്പെടുത്തലും ഒന്ന് വഴികാട്ടിയുമാണ്. ആധ്യാത്മിക രംഗത്ത് ചെങ്ങന്നൂർ ഭദ്രാസനത്തെ അതിന് സഹ്യസാനുക്കളെ പോലെ ദൗളിമയോടെ ഉയർന്നു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നിദാനം തിരുമേനിയുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. അതിനെ രൂപപ്പെടുത്തി, ആധ്യാത്മിക രംഗത്തെ രൂപപ്പെടുത്തി മുമ്പിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ്. കൃത്യമായ ഒരു ബോധനം തിരുമേനി നൽകിക്കൊണ്ടേയിരുന്നു. അത് സെക്യുലർ റിലീജിയൻ എന്ന ഒരു തരംതിരിവ് എഡ്യൂക്കേഷന് തിരുമേനി കൊടുക്കുന്നില്ല. എവിടെയാണെങ്കിലും അത് ഒരു ട്രെയിനിങ്ങും അതിൻ്റെ ലീഡിങ്ങും ഉണ്ടാകണം. അതൊരു ഒരു ഒരു അങ്ങനെ ഒരു സരണിയിൽ കൂടെ മാത്രമേ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് നാം സംവേദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ തിരുമേനി വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഭട്ടക്കാർ അവർ തന്റെ വൈദികർ തന്നേക്കാൾ കൂടുതൽ പഠിക്കണം, പഠിത്തമുള്ളവർ ആകണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതിനേക്കാൾ, എൻ്റെ അപ്പൻ പഠിച്ചതിനേക്കാൾ എന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്ന പോലെ തിരുമേനി പറയും, ഞാൻ പഠിച്ചതിനേക്കാൾ എൻ്റെ വൈദികർ പഠിക്കണം. അത് തിരുമേനിയുടെ ഒരു ആവേശമായിരുന്നു. ഒരു അത്ഭുതത്തോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ്. അവരെ സജ്ജരാക്കി അതിനായിട്ട് വിവിധ മേഖലകളിൽ, ദേശങ്ങളിൽ ഉപരിപഠനത്തിനും PhDക്കുമായിട്ടും ഒക്കെ അവരെ അയക്കുന്നു. വേദശാസ്ത്ര മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം തന്റെ പട്ടക്കാർ നേടണമെന്നത് ഒരു പിതാവിന്റെ വാശിയും ആവേശവുമായിരുന്നു. തൽഫലമായി നിരവധി വൈദികർ PhDയും ഡോക്ടറേറ്റും ഒക്കെ കരസ്ഥമാക്കി. വൈദിക സെമിനാരിലും സഭയുടെ മറ്റു മേഖലകളിലും ഒക്കെ അവർ പ്രക്ഷോഭിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ്, അതല്ല, ഉള്ളതിനെ ബെസ്റ്റ് ആക്കുക. അതായിരുന്നു തിരുമേനി. ഇൻസ്പയറിംഗ് വേർഡ്സ്, അച്ഛാ ഫൈൻ, വെരി ഗുഡ്, ആ അഭിനന്ദനം, കൊള്ളാം, ഗോ അഹെഡ്, ഈ വാക്കുകൾ നമുക്ക് നൽകുന്ന ഒരു ഊർജം. നമ്മുടെ കുറവിനെ ഒന്നും ഒരു മനുഷ്യന് മുമ്പിൽ പെട്ടെന്നൊന്നും പറയില്ല. അതങ്ങ് ഗതികെട്ട അതിന്റെ അങ്ങേ അറ്റം വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും മൈനസ് ആയിട്ടുള്ള വാക്കുകൾ പറയുള്ളൂ. അതുപോലും തിരുമേനിക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷെ തിരുമേനിയുടെ പ്രചോദന വാക്കുകൾ, ഇൻസ്പയറിംഗ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, നല്ലതിനെ നല്ലതെന്ന് പുകഴ്ത്താൻ, അതിനെ പൊതുമധ്യത്തിൽ സാക്ഷിക്കാൻ കാണിച്ചിരുന്ന പ്രതിസഹജമായ ഒരു ആവേശം, കൂടെ നിൽക്കുന്നവർക്കുള്ള യോഗ്യതകളെ പറ്റി വാതോരാതെ സംസാരിക്കുക, അതിലെ ഒരു തരിയെങ്കിലും ഒരു സ്വർണത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് ആവേശത്തോടെ ശോധന ചെയ്ത് എടുത്ത് തങ്കമാക്കി മാറ്റുന്ന ഒരു ഉത്സാഹം, തന്റെ കൂടെ നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ പറ്റി വാതോരാതെ പറയുക, അവരുടെ കഴിവുകൾ പുകഴ്ത്തുക, ഒരു മടിയും നാണവും തലക്കനവും അതിന് കാണിച്ചിരുന്നില്ല. ലൈഫ് ഇസ് അബൌട്ട് മേക്കിംഗ് റൈറ്റ് തിങ്സ്. വൈദികരുടെ വിദ്യാഭ്യാസത്തിൽ ശരിയായ പഠന മേഖലയിലേക്ക് അവരെ നയിച്ചുകൊണ്ടു പോകാനുള്ള ക്രാന്തദൃശ്യത്വം. ഇന്നയാളെ ഇന്നതിന് വിടണം, ഇന്നയാളെ ഇന്നതിന് വിടണം, ഇന്നയാള് ഇന്നത് പഠിച്ചാൽ മതി. ഞാൻ എൻ്റെ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തിരുമേനിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, വിവാഹിതനാകണം എന്ന് പറയുമ്പോൾ തിരുമേനി ആദ്യം പറഞ്ഞത് പഠനം പൂർത്തീകരിച്ചിട്ട് ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാൽ മതി എന്നാണ്. ഞാനല്ല പോയത്, എൻ്റെ പിതാവാണ് പോയത്. പിന്നീട് തിരുമേനി പഠിക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും അത് സമ്മതിച്ച് പിന്നീട് പഠനത്തിനായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കണം എന്നാണ് ആഗ്രഹം. സെന്റ് ജോണിന്റെ ഗോസ്പൽ, പ്രത്യേകിച്ച് സെന്റ് ജോണിന്റെ തിയോളജി പഠിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. തിരുമേനി പറയുന്നു, ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താ പഠിക്കേണ്ടത്. എന്നോട് പറഞ്ഞു പഴയ നിയമം പഠിക്കണം. ഞാൻ പറഞ്ഞു എബ്രായ ഭാഷ പഠിപ്പിക്കുന്നവരില്ല, അറിയാവുന്നവരില്ല, വലിയ പ്രയാസമാണ്. തിരുമേനിത്തിന്റെ ഓർമ്മയിൽ എന്ന് പറയുകയാണ്, എബ്രായ ഭാഷ പഠിക്കാൻ കോട്ടയത്ത് മർത്തോമാ സെമിനാരിയിൽ മുൻ പ്രിൻസിപ്പളായിരുന്ന ഒരു KV മാത്യു അച്ഛനുണ്ട്. എന്നിട്ട് അടുത്ത വാചകം എൻ്റെ ഗുരുവാണ്, ഞാൻ പറഞ്ഞു കേട്ടതാണെന്ന് പറഞ്ഞാൽ മതി, കോട്ടയത്ത് എവിടാണെന്ന് വെച്ചാൽ പോയി കണ്ടുപിടിച്ചു. ഞാൻ ഒഴികഴിവോ ഒക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു കോട്ടയം മർത്തോമാ സെമിനാരിൽ പോയി അന്വേഷിച്ചാൽ അച്ഛൻ്റെ അഡ്രസ് കിട്ടും. അങ്ങനെ അന്വേഷണം മുൻപോട്ട് പോവുകയും എൻ്റെ പഠനത്തിൽ എന്നെ വളരെയധികം സഹായിക്കുകയും ചെയ്തു. പട്ടക്കാരും അവർ തിരഞ്ഞെടുക്കേണ്ടുന്ന കൃത്യമായ പഠന മേഖല, അത് തിരുമേനിയുടെ ഒരു ബോധ്യം ഭയങ്കരമാണ്. കൃത്യമായ ഒരു ബോധ്യം തിരുമേനിക്ക് ആ കാര്യത്തെ പറ്റിയുണ്ട്.
പട്ടക്കാരും പ്രസംഗകരും ഒരു കൃത്യമായി പരിശീലനം, എഡ്യൂക്കേഷൻ അവർക്കുണ്ടായിരിക്കണം. അതാണ് ഇടവകകളുടെ വളർച്ച, അതാണ് ഭദ്രാസനത്തിന്റെ വളർച്ച, അതാണ് സഭയുടെ വളർച്ച എന്ന് തിരുമേനി തിരിച്ചറിഞ്ഞു. പട്ടക്കാരുടെ മാത്രം വിദ്യാഭ്യാസത്തെ പറ്റിയല്ല തിരുമേനി ചിന്തിക്കുന്നത്. അൽമാരയുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോകുന്ന സുശേഷകരുടെ, സുശേഷ പ്രസംഗകരുടെ, പ്രവർത്തകരുടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ അവരുടെ തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം എന്ന ബോധ്യം തിരുമേനിക്ക് ഉണ്ടായിരുന്നു. നാലാമതായി പരിശീലനങ്ങളും പ്രോത്സാഹനങ്ങളും. പഠനവും പഠിപ്പിക്കലും, തന്റെ പള്ളിയും പള്ളിക്കൂടവും പട്ടക്കാരും പ്രസംഗകരും. നാലാമതായി പരിശീലകരും പ്രോത്സാഹനങ്ങളും അല്ലെങ്കിൽ പദ്ധതികളും. തിരുമേനിയുടെ പരിശീലനങ്ങൾ, പദ്ധതികൾ, പ്രോത്സാഹനങ്ങൾ അത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ ഒരു വലിയ ചിന്തയാണ്. അതിന്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അതാണ്. ആ പ്രോത്സാഹനവും പരിശീലന പദ്ധതികളുമാണ്. ബെഥേൽ അരമനയിൽ മാർ ഫീലക്സിനോസ് റിസർച്ച് ആൻഡ് ഗൈഡൻസ് സെന്റർ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ലൈബ്രറി ഉണ്ട്. അങ്ങനെ ഒരു മുറി തന്നെ തിരുമേനി രൂപപ്പെടുത്തി. പലർക്കും അത്ഭുതമാണ്, എന്തിനാണ് ഇത്രയും പുസ്തകങ്ങൾ. തിരുമേനിയുടെ ലക്ഷ്യം തന്റെ ഭദ്രാസനത്തിലെ കുട്ടികൾ, ഭദ്രാസന അരമനയിൽ വന്നിരുന്ന അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അവർക്ക് അതിനൊരു മുടക്കം ഉണ്ടാകരുത്. തിരുമേനിയുടെ വിശാലമായ ആഗ്രഹമാണ് സിവിൽ സർവീസ് മേഖലയിലേക്ക്, ഗവൺമെന്റ് സർവീസുകളിലേക്ക്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലകളിലൊക്കെ കുട്ടികൾ പരിശീലനത്തിനായിട്ട് അവർക്കുള്ള പുസ്തകങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ അവിടെയുള്ളത്. ഒരുപക്ഷെ തിയോളജിക്കൽ ബുക്സിനേക്കാൾ കുട്ടികളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് വിലപിടിപ്പുള്ള പുസ്തകങ്ങളാണ് അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഉപയോഗിക്കുന്നത് എത്ര പേരുണ്ടെന്നുള്ളത് ഒരു മറ്റൊരു വശമാണ്. പക്ഷെ തിരുമേനിയുടെ ആഗ്രഹം, അതിന്റെ തുടക്കം, അതിന്റെ ആദ്യകാലങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് വിമർശനങ്ങൾക്ക് അതീതമായിരുന്നു. 1992 IAS അക്കാദമി തിരുവനന്തപുരത്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് അക്കാദമി തുടങ്ങുമ്പോൾ കൊച്ചുകോശി IAS, തിരുമേനിയുടെ വാക്കുകളിൽ കൊച്ചുകോശി IAS എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ പറ്റി, ആ പിതാവിനെ പറ്റി ഭയങ്കര ബഹുമാനമാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് അതിന്റെ തലപ്പത്ത് ആക്കി വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളും IASകാരാണ്. അവരെ കൊണ്ടുവന്ന് അതിന്റെ തലപ്പത്താക്കി കൃത്യമായ പദ്ധതികളിലൂടെ ആ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ തിരുമേനി എടുത്ത ചില തീരുമാനങ്ങൾ, അത് തിരുമേനിയുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് വെളിവാക്കുന്ന വിദ്യാജ്യോതി, എ സെർച്ച് ഫോർ എക്സലൻസ് ഇൻ സെർച്ച് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സെക്യുലർ എഡ്യൂക്കേഷൻ, എ സെർച്ച് ഫോർ എക്സലൻസ് ഇൻ സെക്യുലർ എഡ്യൂക്കേഷൻ. വിദ്യാജ്യോതി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികളെ ഒരുക്കുവാൻ, പ്രചോദനം നൽകുവാനൊക്കെ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. അത് ഭദ്രാസന തലത്തിൽ ഒരു റിസോഴ്സ് പേഴ്സണെ വിളിച്ച് അധ്യാപകര്, വൈദികര്, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കഴിവുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്ത മേഖലയുള്ളവരെ എല്ലാം ഒന്നിച്ച് വിളിച്ചുകൂട്ടി ഓരോ ഇടവകയിൽ നിന്നും 1-2 പേര് അങ്ങനെ വന്ന് ഭദ്രാസനത്തിൽ ഒരു പ്രത്യേകമായ റിസോഴ്സ് പേഴ്സണെ വിളിച്ച് അവർക്ക് ക്ലാസ്സുകളും ഓറിയന്റേഷനും ഒക്കെ നൽകി അവരെ ഇടവകയിലേക്ക് അയച്ച് അവരാ ഇടവകയിലെ കുട്ടികളെല്ലാം കൂട്ടി വരുത്തി ക്ലാസ്, പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു മോട്ടിവേഷണൽ, ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ക്ലാസ്സുകൾ. ഇന്ന് മോട്ടിവേഷണൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, അത് ഭയങ്കര വിലയാണ്, ഭയങ്കര തിരക്കാണ്, ഇന്ന് ബഹളമാണ്. ഇന്ന് ഇഷ്ടം പോലെയാണ് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുമേനി ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് ഒരുക്കിയെടുക്കുന്ന ഒരു പദ്ധതിയായി അതിനെ രൂപപ്പെടുത്തി. പ്രത്യേക പുസ്തകങ്ങൾ തന്നെ, അതിനൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കി, ഒരു പ്രത്യേക പുസ്തകങ്ങൾ തന്നെ തിരുമേനി, അത് പ്രത്യേകിച്ച് തിരുമേനിയുടെ ബറോഡ സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതിയാണ്. അവിടെ ജനറൽ നോളജും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും പ്രത്യേകമായി നിർബന്ധമായിരുന്നു തിരുമേനിക്ക്. തിരുമേനി പറയുന്നത്, തിരുമേനിയുടെ കുഞ്ഞുനാളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മോറൽ സ്റ്റോറീസ് ഉണ്ടായിരുന്നു പുസ്തകങ്ങളിൽ. പിന്നീട് അത് കാണാതെ പോയി, അത് ഈ ആധുനിക കാലത്ത് നഷ്ടപ്പെട്ടു പോയെന്നാണ് തിരുമേനി പറയുന്നത്. മോറൽ സ്റ്റോറീസിൽ തിരുമേനി പറഞ്ഞ അതിലൊരു മോറൽ സ്റ്റോറി തിരുമേനി അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു മോറൽ തിരുമേനി എപ്പോഴും പറയുന്നതാണ്, കണ്ണുണ്ടായാൽ പോരാ, കാണണം. എത്ര സുന്ദരമായി, എത്ര ചിന്താധാര അതിന്റെ പിന്നിലുണ്ട് എന്നാണ് തിരുമേനി പറയുന്നത്. അപ്പൊ കണ്ണുണ്ടായാൽ പോരാ, കാണണം. അങ്ങനെ തന്റെ ജീവിതത്തിൽ പഠിച്ചിരുന്നതും അനുഭവിച്ചിരുന്നതും അറിഞ്ഞതും എന്നാൽ ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ തിരുമേനി അത് അവതരിപ്പിക്കുകയാണ്. പല സ്കൂളുകളിൽ അസംബ്ലിക്ക് മുമ്പ് ഒരു കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു സെഷൻ തന്നെയുണ്ട്. അവര് ഒരു എഡിറ്റോറിയൽ ആയിരിക്കാം, ചിലപ്പോൾ ന്യൂസ് ആയിരിക്കാം, ഇൻസ്പിറേഷൻ ആയിട്ട് എന്തെങ്കിലും സ്റ്റോറി ആയിരിക്കാം, അങ്ങനെ വിവിധ രീതിയിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിൽ ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വിദ്യാജ്യോതി എന്ന് പറയുന്ന ഒരു പരിശീലനം, ഒരു മോട്ടിവേഷണൽ ക്ലാസ്, ഇൻസ്പിറേഷണൽ നൽകുന്ന
ഒരു ഊർജം നൽകുന്ന, പുതുവർഷത്തിൽ ഊർജം നൽകുന്ന ഒരു ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനം കുർബാനയൊക്കെ കൊണ്ട് വളരെ എത്ര സുന്ദരമായ ഒരു പദ്ധതി തിരുമേനി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിഭാവനം ചെയ്തു. MD സ്കൂൾസിന്റെ മാനേജറായിട്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തിരുമേനിയോട് അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തിരുമേനി MD സ്കൂൾസിന്റെ മാനേജറായിട്ടിരിക്കുമ്പോൾ തിരുമേനി എല്ലാ വർഷവും ഈ അധ്യാപകർക്ക് ഓറിയന്റേഷൻ ഒരു വർഷം ഒരു വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. അത് ബറോഡയിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇവിടെ വന്ന് MD സ്കൂൾസിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ അത് ഒന്ന് ആർക്കും ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ്, ഒരു റിഫ്രഷ് നൽകുന്ന കോഴ്സ്, അത് അവർ റിഫ്രഷ് ആകണം, അത് പുതിയ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ള തരത്തിൽ തിരുമേനി അതിനെ കാണുകയാണ്. പട്ടക്കാരും ഈ രീതിയിൽ ആകണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി മാസത്തിൽ എല്ലാ മാസവും തിരുമേനി വൈദിക യോഗങ്ങൾ ക്രമീകരിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. തിരുമേനി തന്നെ 10-12 ക്ലാസ്സിലെ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ്, എന്ത് മേഖലകളിലേക്ക് പോകണം, എങ്ങോട്ട് പോകണം എന്ന് അറിയത്തക്ക രീതിയിൽ BS വാര്യരെ പോലുള്ള പ്രമുഖരെ വിളിച്ച് ആദ്യകാലങ്ങളിൽ തിരുമേനി ക്ലാസ്സുകൾ നയിച്ചിരുന്നു. കരിയർ ഗൈഡൻസ് ഒക്കെ ഇന്ന് വലിയ സംഭവങ്ങളായിരിക്കുന്ന ഒരു ലോകത്ത് തിരുമേനി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് തന്റെ ഭദ്രാസനത്തിലും തന്റെ സ്കൂളുകളിലും കുട്ടികൾക്ക് അതിന്റെ മാർഗം അത് കാണിച്ചു കൊടുക്കുകയും എങ്ങനെയാണ് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പറയുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു തിരുമേനിയുടെ പദ്ധതികളും പ്രോത്സാഹനങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂള് മാത്രമല്ല സ്ഥാപിക്കുക, ആർക്കെങ്കിലും പഠിക്കാൻ ഒരു പൈസ കൊടുക്കുന്നതിലല്ല അതിന്റെ കാര്യം, മറിച്ച് അതിനുള്ള പ്രോത്സാഹനം, അതിനുള്ള പദ്ധതികൾ ആരംഭിക്കുക. സപ്തതി സ്മാരകമായ ഒരു സ്കോളർഷിപ്പ് പദ്ധതി, ഒരു ലോൺ സ്കോളർഷിപ്പ് പദ്ധതി നടന്നു. ലോൺ സ്കോളർഷിപ്പ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ തിരുമേനി പറയും, അത് കേവലം പൈസ ഒരാൾക്ക് കൊടുക്കുകയല്ല, അവൻ പോയി അല്ലെങ്കിൽ അവള് പോയി ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ അത് തിരിച്ച് ഈ ഭദ്രാസനത്തിൽ ആ ഫണ്ടിലേക്ക് അടയ്ക്കുമ്പോൾ അടുത്ത ഒരാൾക്ക് അത് പഠിക്കാൻ പറ്റും. അങ്ങനെ അത് അവിടെ കിടക്കും. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ തിരുമേനിക്ക് കിട്ടുന്ന കൈമത്തിലൂടെയാണ് ആദ്യം അതിന് ഫണ്ട് റേസ് ചെയ്തത്. കിട്ടുന്നിടത്തൊക്കെയും ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട് 2007, 2008, 2009 കാലങ്ങളിൽ കിട്ടുന്ന പൈസ കാറിൽ കയറുമ്പോൾ തന്നെ കയ്യിലിട്ട് തരും. കയ്യിൽ തന്നിട്ട് എഴുതാൻ പറയും. അവിടെ ബില്ല് എഴുതിയിട്ടുണ്ട്, സപ്തസ്മാര സ്കോളർഷിപ്പ് ഫണ്ട്. അതിലേക്കാണ് ഒരു പൈസ പോലും തിരുമേനി പേഴ്സണൽ ആവശ്യത്തിനായിട്ട് മാറ്റിയിട്ടില്ല. എത്രയോ വേദികളിൽ നിന്ന് കിട്ടുന്ന പണം തിരുമേനി കവറോടുകൂടി തന്നിട്ട് എണ്ണി നോക്കി ആ തുക സപ്തസ്മാര സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് എഴുതി ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് എത്രയോ പ്രാവശ്യം കൊടുത്തിരിക്കുന്നു. എനിക്ക് പലപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്, എത്ര താല്പര്യത്തോടുകൂടിയാണ് തിരുമേനി മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു 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 വീക്ഷണം തിരുമേനി കാണിക്കുന്നത്. തിരുമേനിയുടെ പ്രോത്സാഹനം, തിരുമേനി പദ്ധതികൾ, ഇതൊക്കെ നാം കണ്ടുപിടിക്കേണ്ടതാണ്. തിരുമേനിയുടെ ഈ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഗുരുഭക്തി. തന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെ, ഈ KV മാത്യു അച്ഛനെ ആണെങ്കിലും ഫാദർ VC ഷോമൻ അച്ഛനെ ആണെങ്കിലും ചങ്ങനാശ്ശേരി NS കോളേജ് B.Ed കോളേജിന്റെ പ്രിൻസിപ്പാൾ ആണെങ്കിലും അവരെല്ലാം വളരെ വളരെ ഭക്തിയോടുകൂടി, അതേ സമയത്ത് കരിങ്ങലച്ചൻ പറയുകയുണ്ടായി, അവിടെ പോയി ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം B.Ed കോളേജ് പ്രിൻസിപ്പൽ മന്നത്ത് പത്മനാഭന്റെ മകളാണ്, അവരെ പോയി കണ്ട് സംസാരിക്കുന്ന അനുഭവത്തെ പറ്റി പറയുകയുണ്ടായി. തിരുമേനി ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകത. വിദ്യാഭ്യാസവും വിദ്യാലയവും ഒക്കെ ധനമാർജിക്കാനുള്ള ആഡംബരതയുടെ ലോകത്തെത്താനുള്ള ചവിട്ടുപടിയും അത് ആയിട്ട് കാണുന്ന ഒരു ലോകത്ത് അതങ്ങനെ അല്ല. അത് സമൂഹത്തോട് ചേർന്ന് നിന്ന് നല്ല മനുഷ്യനാകാൻ, വളരാൻ, അങ്ങനെ ജീവിക്കാനുള്ളതാണ്. ആഡംബരത്തിനും സുഖലോലുതയ്ക്കും ധനമാർജിക്കാനുമുള്ള ഒരു ചവിട്ടുപടിയല്ല. അത് സമൂഹത്തോട് ചേർന്ന് നിന്ന് നല്ല മനുഷ്യരായി തീരാൻ, വളരാനും ജീവിക്കാനുള്ളതാണ് നമ്മെ പഠിപ്പിച്ച ശ്രേഷ്ഠ ഗുരുവാണ്. പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനുമായിരുന്ന ജോൺ ഡിവേ ഓർമ്മിപ്പിക്കുന്ന പോലെ, എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ലിവിങ് ആൻഡ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ ലിവിങ്. എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഫോർ ലിവിങ് ആൻഡ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ ലിവിങ്. അത് ഭാവിയിലേക്ക് ജീവിക്കാനുള്ള ഒരു ഒരുക്കമല്ല, ഒരു തയ്യാറെടുപ്പല്ല. അത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ലിവിങ്. അത് ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. തന്റെ പഠനവും പഠിപ്പിക്കലും, തന്റെ പള്ളിക്കൂടവും അതിലെ പള്ളിയും, തന്റെ പട്ടക്കാരും പ്രസംഗകരും, തന്റെ പരിശീലനങ്ങളും പ്രോത്സാഹനങ്ങളും പദ്ധതികളും, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം. ഇത് വായിച്ചാൽ മാത്രമേ ആ പുണ്യപിതാവിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളെ ആഴത്തിൽ അറിയാൻ, അതിന്റെ മഹത്വം അറിയാൻ നമുക്ക് സാധിക്കും. അത് കേവലം ഭൗമികമായ കെട്ടിടങ്ങൾക്കും അപ്പുറമാണ്, മൂല്യമേറിയവയാണ് എന്നത് ചരിത്ര സത്യമാണ്. ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചരിത്രത്തിലെ
ഉയർത്തിക്കെട്ടിയ രംഗവേദിയിൽ ഭൂതകാലത്തിന്റെ മഹത്വത്തിൽ പ്രചോദിതരായി മനുഷ്യരാശിയെ പ്രബുദ്ധരാക്കുകയും തന്റെ പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അധ്യാപകരാണോ ഇന്ന് നമുക്കുള്ളത്? ചരിത്രത്തിലെ ഉയർത്തിക്കെട്ടിയ രംഗവേദിയിൽ ഭൂതകാലത്തിന്റെ മഹത്വത്തിൽ പ്രചോദിതരായി മനുഷ്യരാശിയെ പ്രബുദ്ധരാക്കുകയും തന്റെ പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അധ്യാപകരാണോ ഇന്ന് നമുക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ അവർ മനുഷ്യവർഗത്തിന്റെ പുനരുദ്ധാരകരും ക്ഷതമേറ്റ ഹൃദയങ്ങളുടെ ശാന്തി ഔഷധവുമാണ്. അങ്ങനെയുള്ള മനുഷ്യരാണെങ്കിൽ, മനുഷ്യരാശിയെ പ്രബുദ്ധരാക്കുകയും അവരുടെ പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അധ്യാപകരാണെങ്കിൽ അവർ മനുഷ്യവർഗത്തിന്റെ പുനരുദ്ധാരകരും ക്ഷതമേറ്റ ഹൃദയങ്ങളുടെ ശാന്തി ഔഷധവുമാണ്. ഒരിക്കൽ പോലും തന്റെ പഠനത്തിൽ അഹങ്കരിക്കുകയോ പുകഴ്ത്തിപ്പറയുകയോ ചെയ്യാതെ മറ്റുള്ളവരുടെ, തന്റെ ശിഷ്യരുടെ പഠനത്തെപ്പറ്റി വാചാലനാവുകയും അവയെ പുകഴ്ത്തുകയും ചെയ്യുന്ന മലങ്കരുടെ ശ്രേഷ്ഠാചാര്യൻ അനേകം മനുഷ്യരുടെ പുനരുദ്ധാനകനായിരുന്നു. അനേകം മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. അനേകം മനുഷ്യർക്ക് പ്രചോദനമായിരുന്നു. മലങ്കര സഭയുടെ വിദ്യാഭ്യാസ മേഖലകളിൽ എത്രയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ കുറവാണ്. താൻ ആർജിച്ചെടുത്ത പഠനവും പഠിപ്പിക്കലും അതെന്റെ പള്ളിക്കൂടത്തിലും അതിനുള്ളിലെ പള്ളിയിലും തൻ്റെ പട്ടക്കാരിലും തന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട സുവിശേഷ പ്രസംഗകരിലും പ്രവർത്തകരിലും തൻ്റെ പ്രവർത്തനങ്ങളിലും പ്രോത്സാഹനങ്ങളിലും എല്ലാം അത് നിഴലിച്ചു നിന്നു. അഭിമന്യ പിതാവ് ഓർമ്മകളെല്ലാം ജീവിക്കുകയാണ്. തൻ്റെ ശിഷ്യരിലൂടെ, തൻ്റെ മൂല്യങ്ങളിലൂടെ, താൻ കാണിച്ചു തന്ന പാതയങ്ങളിലൂടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യപിതാവ് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ പിതാവിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് ദൈവവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരാനായിട്ട് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ മേഖലകളിൽ ദൈവവചനം ആഴത്തിൽ പതിഞ്ഞ് അതിനെ മൂല്യത്തിൽ ഊന്നിക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികതയിൽ വളർന്നു വരുവാൻ നമ്മുടെ തലമുറകൾക്കും ഇടയാകാൻ വേണ്ടി മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിലുള്ള നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ആബുന്ധുവിഷമായ ടീമിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.